ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. അഞ്ചാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. നാലാം സ്ഥലത്ത് നിന്ന് ഈ തെറാപ്പയോൺ വാലിയിലൂടെ വീണ്ടും ഒരല്പം മുന്നോട്ട് പോയാൽ വലത്തോട്ട് വിയ ഡൊളറോസ തുടരുന്നു. മുകളിലോട്ടുള്ള കയറ്റമാണ്. ആ കയറ്റത്തിൻ്റെ ഇടതുവശത്ത് ഒരു കൊച്ചു കപ്പേള. 1895 ഫ്രാൻസിസ്കൻസ് പണിതതാണ് ഈ കപ്പേള. 1229 മുതലുള്ള കാലഘട്ടത്തിൽ ഫ്രാൻസിസ്കൻസ് ആദ്യമായിട്ട് ജെറുസലേമിൽ വന്നപ്പോൾ അവർ താമസിച്ചിരുന്ന കൊച്ചു സ്ഥലമാണിത്. ഇവിടെ ഈ കപ്പേള പണിയുന്നത് 1895. ഈ കപ്പേളയുടെ പുറത്ത് ഒരു ചെറിയ കല്ല് ചുമരിൽ വെച്ചിട്ടുണ്ട്. തീർത്ഥാടകർ ഇത് തൊട്ട് മുത്തും. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ വിയ ഡൊളറോസയിലെ കല്ലാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ പാദം പതിഞ്ഞ കല്ല്. പള്ളിക്കകത്ത് അഞ്ചാം സ്ഥലത്തിൻ്റെ ചിത്രീകരണം. ഡമാസ്കസ് ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നു വരുന്ന വഴി, അതിൻ്റെ ഒരു വഴിയാണ് ഈ തെറാപ്പയോൺ വാലിയിലൂടെ വരുന്നത്. അവിടെ നിന്ന് വിയ ഡൊളറോസ കട്ട് ചെയ്ത് കയറുന്ന വഴിയിലാണ് ഈ അഞ്ചാം സ്ഥലം നിൽക്കുക. ബൈബിളിൽ പറയുക അഗ്രോസ്. അഗ്രോസ് എന്ന് പറഞ്ഞാൽ പാടത്തു നിന്നോ നാട്ടിൻ പ്രദേശത്തു നിന്നോ നഗരത്തിലേക്ക് കടന്നു വരുന്നത്. ആ വരുന്ന വഴിയാണിവിടെ. കെവറിൻകാരനായിരുന്നു ശിമയോൻ. കെവറിൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലിബിയ. അന്നത്തെ റോമൻ പ്രവിശ്യയായിരുന്ന കിറേനയുടെ തലസ്ഥാനം. ദേശസ്നേഹികളായിരുന്നു അവർ. ഒപ്പം പലസ്തീനായുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു. നമ്മൾ എസ്തപ്പാനോസിനെ കല്ലെറിയുന്ന രംഗത്തിലും അതുപോലെ തന്നെ അന്ത്യോക്യയിലെ ക്രിസ്ത്യാനികളുടെ പേര് പറയുമ്പോഴും അപ്പസ്തോല നടപടിയിൽ കിറേനക്കാരെ കാണും. ആദിമസഭയിൽ ഈ വ്യക്തികൾ, ശിമയോനും 2 മക്കളും റൂഫസും അലക്സാണ്ടറും പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യാക്കോബ് സ്പെയിനിൽ മെത്രാന്മാരായി വാഴിച്ചവരായിട്ട് ശിമയോനെയും 2 മക്കളെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 16-ാം അധ്യായത്തിൽ റൂഫസിനെയും അമ്മയെയും കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളായിട്ടാണ് ഇവിടെ കാണിക്കുക. പട്ടാളക്കാർ അവനെ നിർബന്ധിച്ചു. കാരണം റോമൻ കാലഘട്ടത്തിൽ റോമൻ ഭടന്മാർക്ക് അധികാരമുണ്ടായിരുന്നു തങ്ങളുടെ പ്രവിശ്യയിലുള്ള തങ്ങളുടെ കീഴിലുള്ള ജനങ്ങളെ താൽക്കാലിക ജോലിക്ക് നിർബന്ധിക്കാനായിട്ട്. ഇവൻ പാടത്തുനിന്ന് വരുന്ന മനുഷ്യനാണ്. അവനെ താൽക്കാലികമായിട്ട് കുരിശു ചുമക്കാനായിട്ട് അവർ നിർബന്ധിക്കുന്നു. കാരണം കർത്താവ് ഒത്തിരി തളർന്നവനാണ്. അവർക്ക് അവനെ കുരിശിൽ തറയ്ക്കണം, അതുവരെ കൊണ്ടുപോകണമെന്ന ആവശ്യമുണ്ട്. ഈ അഞ്ചാം സ്ഥലം നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് വലിയ ഭാരമുള്ള കുരിശ് ചുമക്കാനും നാടകീയമായിട്ട് കുരിശിൽ തൂങ്ങിക്കെടുക്കാനൊക്കെ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും. പക്ഷെ ജീവിത യാഥാർത്ഥ്യങ്ങളെ, ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടെ സംയമനത്തോടെ നേരിടാൻ കുരിശ് ചുമന്ന് തളരുന്ന നമ്മുടെ സഹചരോട് സ്നേഹപൂർവം ഒരു കൈത്താങ്ങാകുവാൻ നമുക്ക് സാധിക്കുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.